ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ മറ്റൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് +1 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി അല്പം മനസ്സിലാക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കാരണം കുറേ കൺവേർഷൻസ്, യൂണിറ്റ് ചേഞ്ച്, കുറേ യൂണിറ്റ് മാത്തമാറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ദിസ് ചാപ്റ്റർ ഈസ് യൂസ്ഫുൾ ഇൻ മോസ്റ്റ് ഓഫ് ദ ചാപ്റ്റേഴ്സ് ഇൻ ഫിസിക്സ് ആസ് വെൽ ആസ് ഇൻ കെമിസ്ട്രി. ബേസിക്കലി യൂണിറ്റ് കൺവേർഷൻ, ഓരോന്നിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്, ഇതറിയാതെ പോകുന്നതാണ് പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പോലും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തെറ്റിപ്പോകാനുള്ള കാരണം നമുക്ക് ഈ പറയപ്പെടുന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതാണ്. സോ ഇൻ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി, basically chemistry is a study of matter. മാറ്ററിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് കെമിസ്ട്രിയിൽ നടക്കുന്നത്. When you're taking the physics is basically like we are dealing with the study of energy. So when you're taking a physical science as a perspective, it will be like the study of the matter as well as the energy. So when you're considering the matter, നമുക്കറിയാം മാറ്ററിനെ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് നമ്മൾ സോളിഡ് എന്നും, രണ്ടാമത്തേത് ലിക്വിഡ് എന്നും, മൂന്നാമത്തെ ഗ്യാസ് എന്നും. So there are other states of matter, but whatever it is visible to us are solid, liquid as well as gas. ഈ സോളിഡ് എന്നും ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസിന്റെ സ്ട്രെങ്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ, when you are considering the solid, the intermolecular forces are highly strong with comparison to that of the liquid. And ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോളിഡിനെ സംബന്ധിച്ചിടത്തോളം ദർ വിൽ ബി സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഇന്ററാക്ഷൻ ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഓഫ് ലിക്വിഡ് ആസ് വെൽ ആസ് ഗ്യാസ്. പിന്നെ ബാക്കിയെല്ലാം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, സോളിഡിന് ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും അതിനുണ്ടാവുക. ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് ആ കണ്ടെയ്നറുടെ വോളിയം ആയിരിക്കും. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദ സോളിഡ് വിൽ ബി കൺവേർട്ടിംഗ് ടു ലിക്വിഡ് and liquid will be converting to gas. The solid will be converting to liquid at its melting point, and liquid will be converting to solid at its freezing point. Liquid will be converting to gas at its boiling point, and the gas will be getting condensed to the liquid. So there is a condensation temperature. Then the solid can get converted to gas. That process is called as sublimation. So the solid to liquid conversion is called a melting. Liquid to gas conversion is called a vaporization. Liquid to solid conversion is called a freezing. Gas to liquid conversion will be also can happen. Okay. So when we are taking it up, so this is like the conversion from one state of matter to another state of matter, right? So when you're considering the matter can be classified into depending upon its composition, can be classified into mixtures or pure substance. So when you're considering the pure substance can be classified into elements as well as compounds. When you're considering mixtures can be classified into homogeneous mixture and heterogeneous mixture. So these are a very basic thing. That's why we will go in fast. And once the chemical combination laws are starting, we will go in very detail. These things can be studied. Even you can read your textbook and understand it. But since it is a beginning of a class, I would like to give you a brief understanding. So when you're considering the element is basically like a pure substance. So the basic idea of element is that the elements is made up of only one type of atoms. So according to the earlier concepts or the basic concepts, the element cannot be decomposed to simpler units. Elements cannot be decomposed to simpler unit by physical or chemical method. So what about the compound? The compounds are formed by the combination of two or more types of elements. രണ്ടോ അതിലധികമോ എലമെന്റുകൾ
കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്, കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഫോംഡ് ആസ് എ combination by definite proportion by mass. That means when two or more elements are combined together by a definite proportion by mass. മാസിന്റെ ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്താണ് ഇതുണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ 12 ഗ്രാം കാർബണിന്റെ അറ്റോമിക് മാസ് 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ഈ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിക്കുന്നതാവും. ഫോർ കറന്റ് അണ്ടർസ്റ്റാൻഡിംഗ് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 2 or more elements combined together by definite proportion by mass. It will be giving you compounds. Then നമ്മൾ മിക്സ്ചേഴ്സ് എടുത്താൽ മിക്സ്ചേഴ്സിനെ നമുക്ക് ഹോമോജിനിയസ് മിക്സർ എന്നും ഹെറ്ററോജിനിയസ് മിക്സർ എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഹോമോജിനിയസ് മിക്സർ? ഹോമോജിനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷൻ എവിടെ നോക്കിയാലും ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടുന്നു, നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ മിക്സർ. പക്ഷേ ആ വെള്ളത്തിന്റെ ഏത് പാർട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്ത് രുചിച്ച് നോക്കിയാലും അതിന് ഒരേ സോൾട്ടി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും. അതിന് കാരണം ആ സോൾട്ടിന്റെ കോമ്പോസിഷൻ എന്ന് അല്ലെങ്കിൽ ആ സൊല്യൂഷന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ആ ത്രൂ ഔട്ട് ദ മിക്സ്ചറിൽ ഹോമോജിനസ് ആണ്, ത്രൂ ഔട്ട് ദ മിക്സ്ചറിൽ സെയിം ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജിനസ് മിക്സർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഹോമോജിനസ് മിക്സറിനെ എടുത്ത് നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും നമുക്കതിനകത്ത് കമ്പോണന്റുകളെ തിരിച്ചു കാണാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ്, എക്സാമ്പിൾ ഈസ് സോൾട്ട് സൊല്യൂഷൻ ഓർ എ ഷുഗർ സൊല്യൂഷൻ. ഓൾ ദീസ് തിങ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇറ്റ്. Then what do you mean by heterogeneous solution? Now heterogeneous mixer it is nothing like അവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും യൂണിഫോം അല്ലായിരിക്കും. നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് തന്നെ ആ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാൻഡും മഡും കൂടെ മിക്സ് ചെയ്താൽ എല്ലായിടത്തും ഒരു പിടി നമ്മൾ അതിനകത്ത് ഒരു പിടി എടുത്തു, വേറൊരു പിടി എടുത്താൽ രണ്ടിനകത്തുള്ള സാൻഡിന്റെയും മഡിന്റെ അളവ് ഒരുപോലെ ആയിരിക്കില്ല, രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ട കാര്യം, നമുക്ക് നേക്കഡ് ആയി വെച്ച് നോക്കിയാൽ തന്നെ അതിനകത്ത് രണ്ട് ഡിഫറെന്റ് കമ്പോണന്റുകളെയും കൃത്യമായി തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മിക്സറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോജിനസ് മിക്സർ. അപ്പൊ നമുക്ക് സബ്സ്റ്റൻസ് എടുത്താൽ അല്ലെങ്കിൽ മാറ്ററിനെ മാറ്ററിന്റെ മിക്സർ എന്നും പ്യൂർ സബ്സ്റ്റൻസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. പ്യൂർ സബ്സ്റ്റൻസിനെ എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും വെക്കാം. എലമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ആറ്റങ്ങൾ മാത്രം കൂടിച്ചത്. ഫോർ എക്സാമ്പിൾ, ഓക്സിജൻ ഈസ് ആൻ എലമെന്റ്, അതിനകത്ത് ഓക്സിജൻ ആറ്റം മാത്രമേ ഉള്ളൂ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ അല്ല രണ്ടോ അതിലധികമോ എലമെന്റുകൾ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസിന്റെ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൂടി കഴിയുമ്പോൾ ഫോം ചെയ്യുന്നതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്റർനാഷണലി നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് SI യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റുകളെ വിളിക്കുന്ന പേരാണ് SI യൂണിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. SI യൂണിറ്റ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടോ, ബട്ട് കെമിസ്ട്രി പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം നമ്മൾ ഇവിടെ നോക്കുക. അപ്പം അതായത് ഓരോ സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വേണം നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ബേസിക്കലി നമുക്ക് ഏഴ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുണ്ട്. ആ 7 ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും സ്പെസിഫിക് യൂണിറ്റുകളുമുണ്ട്. ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ലെന്ത്, പിന്നെയുള്ളത് മാസ്, ദെൻ ടൈം, ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി. നെക്സ്റ്റ് വൺ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ലെന്തിന്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ ആണ്. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോഗ്രാം ആണ്. ടൈമിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡല. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. അപ്പൊ നമ്മൾ ഏതൊരു സാധനത്തിന്റെയും പ്രോബ്ലം ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്കിപ്പം ഒരു സാധനത്തിന്റെ വലിയ കാര്യങ്ങളെയും ചെറിയ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, വലിയ കാര്യങ്ങളെയും ചെറിയ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് 10ന്റെ പവർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും.
ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 10,000 എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ ഈ 10,000 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 10 into 10⁻³ എന്ന് എഴുതാൻ പറ്റും. കറക്റ്റ്? കാരണം 3 10ന്റെ 0 ദാറ്റ് ഈസ് 10⁻³ is nothing but 10 into 10 into 10. 10⁻³ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 10,000 മീറ്റർ എന്നുള്ളതാണെങ്കിൽ നമുക്കിതിനെ മാറ്റി 10 into 10⁻³ മീറ്റേഴ്സ് എന്ന് എഴുതാൻ പറ്റും. ഈ 10⁻³ എന്ന് പറയുന്നതിന് ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഈ 10⁻³ is nothing but equal to കിലോ. അതായത് we can write it as it is nothing but equal to 10 kilometer. This is equal to 10 kilometer. നമ്മൾ ഷോർട്ട് ആയിട്ട് km എന്ന് എഴുതും. സോ അങ്ങനെ ഡെസിമൽ ഫ്രാക്ഷനുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറെ പ്രിഫിക്സുകൾ ഉണ്ട്. ആ പ്രിഫിക്സുകൾ കുറച്ചെണ്ണമെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ടേക്കിംഗ് 1 കിലോ എന്ന് പറഞ്ഞാൽ അത് 10⁻³ ആണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം നോക്കാം. 1 കിലോ 10⁻³ ആണ്. 1 മെഗാ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. 1 മെഗാ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് 1 മില്ലി. 1 മില്ലി ഈസ് ഈക്വൽ ടു 10⁻⁻3. 1 മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6. 1 നാനോ എന്ന് പറയുന്നത് 10⁻⁻9 ഓഫ് ദ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് SI യൂണിറ്റിന്റെ 10⁻⁻9. ദെൻ ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു 1 പൈക്കോ കൂടി അറിഞ്ഞിരിക്കണം. കാരണം ബോണ്ട് ലെന്തുകളുടെ പൈക്കോമീറ്ററിൽ 1⁻². ഇത്രയൊക്കെ അത്യാവശ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും ഫോർ എക്സാമ്പിൾ ഇപ്പൊ തരുവാണ് 1 മെഗാ മീറ്റർ എന്നാണെങ്കിൽ it is nothing but 1 mega എന്ന് പറഞ്ഞ 10⁻⁶ ആവുമ്പോൾ this is nothing but equal to 10⁻⁶ meters. That is nothing but equal to 10⁻⁶ meters. Clear? So 1 mega will be equal to 10⁻⁶ meters. Fine. In the same way, if somebody is citing that 1 nanometer means this is equal to 10⁻⁻9 meter. കാരണം 1 നാനോ എന്ന് പറയുന്നത് 10⁻⁻9 ഓഫ് ദി സ്റ്റാൻഡേർഡ് യൂണിറ്റ്. അപ്പോൾ 10⁻⁻9 മീറ്റർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ നമുക്ക് ഏതിനെ തന്നാലും ഏത് ക്വാണ്ടിറ്റിയെ തന്നാലും നമുക്കതിനെ കൺവേർട്ട് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടോ പറ്റും. ഫൈൻ. ഇനി നമുക്കിത് ഒരു സാധനത്തിന്റെ നമ്പർ ചോദിക്കും അല്ലെങ്കിൽ ഏതൊരു നമ്പർ തരുമ്പോൾ ആ നമ്പറിന്റെ കാര്യത്തിനകത്ത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു കാര്യമാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വാല്യൂവിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 മാർക്കിന്റെ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാവുന്ന കാര്യമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്യുറസി ഓർ പ്രിസിഷൻ. 2 വാക്കാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആക്യുറസി, മറ്റൊരു വാക്കെന്ന് പറയുന്നത് പ്രിസിഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാം ഓഫ് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. 1 കിലോഗ്രാം സബ്സ്റ്റൻസ് നമ്മൾ 5 ഡിഫറെന്റ് ത്രാസിൽ വെച്ച് തൂക്കുന്നു. 5 ഡിഫറെന്റ് ത്രാസിൽ വെച്ചിട്ട് ഈ 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള സ്ഥലത്തിന് മെഷർ ചെയ്യുമ്പോൾ ഇതിന്റെ എക്സാക്ട് വെയിറ്റ് 1 കിലോഗ്രാം ആണ്. ഇതിൽ ഓരോന്നിലും മെഷർ ചെയ്യുമ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ റീഡിങ് കിട്ടിയെന്ന് വിചാരിക്കാം. ഈ പറയപ്പെടുന്ന ട്രൂ വാല്യൂ, നമ്മുടെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്ന 1 കിലോഗ്രാമിനോട് എത്രത്തോളം അടുത്താണ് ഓരോ ത്രാസും തരുന്നത്. അപ്പൊ നമുക്ക് ഓരോ ത്രാസും എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആ 1 കിലോഗ്രാം തന്നെ തരുവാണെങ്കിൽ നമുക്ക് പറയാം ആ ത്രാസ് കൂടുതൽ ആക്യുറേറ്റ് ആണ്. അങ്ങനെ നമ്മുടെ ട്രൂ വാല്യൂവിനോട് എത്രത്തോളം അടുത്താണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ആക്യുറേറ്റ് മെഷർമെന്റ് എന്ന്. അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റും. പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മെഷർ ചെയ്തു, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതേ വാല്യൂ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുവാണെങ്കിൽ, ഒരേ മെഷർമെന്റ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം ദ പ്രിസൈസ് വാല്യൂ എന്ന് പറയാനായിട്ട് പറ്റും. ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ വാല്യൂവിനോടുള്ള ക്ലോസ്നെസ് ആണെങ്കിൽ, പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു തവണ മെഷർ ചെയ്ത വാല്യൂ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അതേ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു പ്രിസസീവ് മെഷർമെന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. സോ അപ്പൊ നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിനകത്ത് എപ്പോഴും നമ്മളൊരു കാര്യം മെഷർ ചെയ്യുന്നതിനകത്ത് ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആ എക്സാക്ട് വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 10 കിലോഗ്രാം ആണ് വെയിറ്റ് എന്ന് വിചാരിക്കാം. ഒരിടത്ത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് 10.21 കിലോഗ്രാം എന്ന് കിട്ടി. വേറൊരിടത്ത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് 9
79 കിലോഗ്രാം എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 10.21നും 9.71നും ഇടയിലാണ്. 10.21നും 9.79നും ഇടയിലാണ്. അപ്പോൾ നമ്മുടെ എക്സാക്ട് വാല്യൂ 10 ആണെങ്കിൽ 10നോട് കൂടി 0.21 കൂട്ടുന്നതാണ് 10.21. അപ്പം 10നോട് കൂടി 10ൽ നിന്ന് 0.21 കുറയ്ക്കുന്നതാണ് 9.79 എന്ന് പറയുന്നത്. സോ നമ്മുടെ ആക്യുറേറ്റ് വാല്യൂവിൽ നിന്ന് പ്ലസ് ഓർ മൈനസ് 0.21 ആണ് മെഷേർഡ് വാല്യൂ. അപ്പൊ ഈ 0.21 എന്ന് പറയുന്നതാണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ അൺസർട്ടനിറ്റികളെ റിമൂവ് ചെയ്ത് ഏറ്റവും ക്ലോസസ്റ്റ് ടു ദ ട്രൂ വാല്യൂവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഫോർ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ പർപ്പസ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ലോസ് ഉണ്ട്. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 3.86 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 നോൺ സീറോ ഡിജിറ്റ്സ് ആണ്, അല്ലെ 386 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 നോൺ സീറോ ഡിജിറ്റ് ആണ്. അപ്പൊ അതിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 എണ്ണമായിരിക്കും. അപ്പൊ അതിനകത്തുള്ള സിഗ്നിഫിക്കന്റ് ഫിഗറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ സീറോസ് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഓഫ് എ നമ്പർ. ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഓഫ് എ നമ്പർ. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഓഫ് എ നമ്പർ. അതായത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് വരുന്ന സീറോസ്. ഫോർ എക്സാമ്പിൾ 0.0085 എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അതിനു മുമ്പ് ഇത്രയും സീറോസ് വരുന്നുണ്ട്. അപ്പൊ ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് ഈ നോൺ സീറോ നമ്പർ മാത്രമാണ്. The next thing, for example, zeros between two non-zero digits. Zeros between two non-zero digits. Between two non-zero digits. രണ്ട് non-zero ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന ഒരു സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. ഇടയിൽ വരുന്ന ഒരു സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 2806. That means this zero is coming between two non-zero numbers. That is why this zero is significant. So it is going to be number of significant digits will be equal to 4. Number of significant digits will be equal to 4. അപ്പോൾ എന്താണ്, എല്ലാ നോൺ സീറോ നമ്പറുകളും സിഗ്നിഫിക്കന്റ് ആണ്. ഒരു നോൺ സീറോ നമ്പറിന്റെ ലെഫ്റ്റിൽ വരുന്ന ഫസ്റ്റ് നോൺ സീറോ നമ്പറിന്റെ ലെഫ്റ്റിൽ വരുന്ന എല്ലാ നമ്പറുകളും സിഗ്നിഫിക്കന്റ് അല്ല. അതുപോലെ തന്നെ രണ്ട് നോൺ സീറോ നമ്പറുകൾക്കിടയിൽ വരുന്ന സീറോകളെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ 10ന്റെ പവർ ആയിട്ട് എഴുതുവാണെങ്കിൽ ആ 10ന്റെ പവർ വരുന്ന ഫാക്ടേഴ്സ് ഒന്നും സിഗ്നിഫിക്കന്റ് അല്ല. ബാക്കി വരുന്ന നമ്പറുകൾ മാത്രമായിരിക്കും സിഗ്നിഫിക്കന്റ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ടേക്കിംഗ് 2861 എടുത്താൽ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ എണ്ണം 4 ആണ്. ഇഫ് ഇറ്റ് ഈസ് 0.2861 മീൻസ് സിഗ്നിഫിക്കന്റ് ഫിഗർ 4 ആണ്. ബട്ട് 0.0281 എന്ന് പറഞ്ഞാൽ ഈ സീറോ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ ഡിജിറ്റിന്റെ ലെഫ്റ്റിലാണ് വരുന്നത്. സോ ഇതിനകത്ത് ഇത് എത്രയുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 3. ബട്ട് ഇതിപ്പോ വരുന്നത് 0.02810 എന്നാണെങ്കിൽ ഈ പറയപ്പെടുന്ന സീറോ എന്ന് പറയുന്നത് റൈറ്റ് ടു ദി നോൺ സീറോ ഡിജിറ്റിന് റൈറ്റിലാണ് വരുന്നത്. അപ്പൊ ഈ സീറോ സിഗ്നിഫിക്കന്റ് ആണ്, ഈ സീറോ സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ബേസിക് കോൺസെപ്റ്റിനകത്ത് എന്തൊക്കെയാണ് മാറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ എലമെന്റ്, കോമ്പൗണ്ട്, ഹോമോജിനസ് മിക്സ്ചർ, ഹെട്രോജിനസ് മിക്സ്ചർ, ദെൻ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്താണെന്ന് കണ്ടു. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു. ഇനി നമുക്കുള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ സെക്കൻഡ് പാർട്ട് കാണാനായിട്ടുണ്ട്, റൗണ്ട് ഓഫ് കാണാനായിട്ടുണ്ട്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ കാണാനുണ്ട്. അതിനുശേഷം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.